ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, അവൻ പടകിൽ കയറി ഇക്കരെ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കാൻ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ, ഇവൻ ദൈവദൂഷണം പറയുന്നത് എന്ത്? യേശു അവരുടെ നിരൂപണം ഗ്രഹിച്ചു. നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങൾ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. ചുങ്കക്കാരും ഇത് കണ്ട് ഭയപ്പെട്ടു. പുരുഷാരം ഇത് കണ്ട് ഭയപ്പെട്ടു. മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവായ യേശുക്രിസ്തു സ്വന്തം പട്ടണത്തിൽ ചെന്നു എന്നാണ് പറയുന്നത്. ഏതാണ് ഈ സ്വന്തം പട്ടണം? യേശു ജനിച്ചത് ബേത്ലഹേമിലാണ്. യേശു 30 വർഷം വരെ വളർന്നത് നസറേത്തിലാണ്. അവിടെയല്ല ഈ സംഭവം. മർക്കൂസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ കപ്പർനൂമിലെത്തി അവിടെ പക്ഷപാത രോഗിയെ സൗഖ്യമാക്കിയെന്നാണ്. യേശുവിന്റെ സ്വന്തം പട്ടണം ഇന്ന് കപ്പർനഹൂമാണ്. കാരണം അവിടെ തനിക്ക് സ്വന്തക്കാരുണ്ട്. സ്വന്തം എന്ന പോലെ തന്നെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത്, കപ്പർനഹൂമിലെ ഹെരോദാവ് എന്ന രാജഭൃത്യന്റെ വീട്ടിലാണ് യേശു ഇപ്പോൾ താമസിക്കുന്നതെന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ മകന് യേശു സൗഖ്യം നൽകി. അതിനാൽ അവർ കുടുംബമായി വിശ്വസിച്ചു. ഹെരോദാവിന്റെ വിചാരകന്റെ പേര് കൂസ എന്നാണെന്നാണ് നാം മനസ്സിലാക്കുന്നത്. കൂസയുടെ ഭാര്യ യേശുവിനെ വസ്തുവക കൊണ്ട് ശുശ്രൂഷിക്കുന്ന ആളായിരുന്നു. ഇവരുടെ സൗഖ്യം പ്രാപിച്ച മകനാണ് മനായൻ എന്ന് കരുതപ്പെടുന്നു. കാരണം അപ്പോസ്തലപ്രവൃത്തി 13-ൽ പൗലൂസിനോടും ബർന്നബാസിനോടും കൂടെയുള്ള നീഗറിനോടും കൂടെയുള്ള മറ്റൊരാള് ഹെരോദാവോടുകൂടെ വളർന്ന മനായനാണ്. ഹെരോദാവോടുകൂടെ ബാല്യം കഴിച്ച മനായൻ. അപ്പോൾ ഹെരോദാവോടുകൂടെ താമസിക്കുന്ന കൈസരിയിൽ, യെരുശലേമിനടുത്ത് താമസിക്കുന്ന ഈ കൂസ തൻ്റെ വീട് യേശുവിന് ശിഷ്യന്മാർക്കും താമസിക്കാൻ വിട്ടുകൊടുത്തു എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷപാത രോഗിയെ 4 പേര് ചുമന്നുകൊണ്ട് വന്നു ഒരു കട്ടിലിൽ. പക്ഷേ പുരുഷാരം നിമിത്തം അകത്തേക്ക് ഇറക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് അവർ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നിട്ട് ആ വീടിന്റെ കൽപ്പാളികൾ ഇളക്കിയിട്ട് താഴേക്ക് ഇറക്കി. അങ്ങനെ യേശുവിന്റെ അടുക്കൽ ആ പക്ഷപാത രോഗിയെ എത്തിച്ചു എന്നാണ് മർക്കോസിൽ എഴുതിയിട്ടുള്ളത്. യേശു അവരുടെ വിശ്വാസം കണ്ടു എന്ന് പറയുന്നത് പക്ഷപാത രോഗിയുടെയും ഈ 4 ആളുകളുടെയും. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെയാണ് അവര് ഇവനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു നിവൃത്തിയില്ല. വാതിലടഞ്ഞ ആളുകൾ നിൽക്കുകയാണ്. അത് വെറുതെ അത്ഭുതം കാണാൻ വേണ്ടിയാണ് പലരും. യേശുവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും യേശുവിൽ നിന്ന് പിടിക്കാമോ എന്ന് വിചാരിച്ച് ഉള്ളവരുമുണ്ട്. പിന്നെ ഭക്ഷണം യേശു നൽകുമെങ്കിൽ അത് കഴിക്കാനുള്ള മനസ്സുള്ളവരുമുണ്ട്. യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ ആരാധിക്കാൻ ദൈവം മനുഷ്യനായ ആളാണ് യേശു എന്ന് മനസ്സിലാക്കിയൊന്നും വന്നവരല്ല അവിടെ ഉള്ളത്. പക്ഷേ അവർ നിരാശപ്പെട്ടില്ല. അവർ
അവർ തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും നമുക്ക് യേശുവിൻ്റെ അടുത്ത് ആളെ എത്തിക്കണം. അതുകൊണ്ടാണ് അവര് വീടിന്റെ സ്റ്റെയർ കേസിൽ കൂടെ മുകളിൽ കയറിയിട്ട് ആ കൽപ്പാളികൾ ഇളക്കി താഴേക്ക് ഇറക്കിയത്. മറ്റൊരാളായിരുന്നെങ്കിൽ പറഞ്ഞേനെ, എത്രയോ നേരമായി ഇവിടെ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നു, ഇതൊക്കെ സൗഖ്യം കിട്ടേണ്ടവരാണ്, എങ്ങനെ ഇത് ശരിയാണോ, ഇങ്ങനെ വീടിന്റെ മേൽക്കൂര പൊളിച്ച് ശരിയാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ യേശുവിന് അറിയാം ഇത് ജെനുവിൻ കേസാണ്. അതുകൊണ്ട് അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഇവനൊരു കുടുംബാപി ആയതുകൊണ്ട് പാപമോചനത്തിനല്ല കൊണ്ടുവന്നത്, ഇവൻ പക്ഷപാത രോഗിയായതുകൊണ്ട് രോഗസൗഖ്യത്തിനാണ് കൊണ്ടുവന്നത്. പക്ഷേ യേശു രോഗസൗഖ്യത്തെക്കാൾ പാപമോചനത്തിനാണ് വില നൽകുന്നത്. ആത്മരക്ഷയ്ക്കാണ് യേശു വില നൽകുന്നത്. യേശു ഇത് പറഞ്ഞ ഉടനെ പരീശന്മാർ അവർക്ക് ഒരു തുറുപ്പ് ചീട്ട് കിട്ടി യേശുവിനെ പിടിക്കാൻ. പാപമോചനം നൽകുന്നു, അത് ദൈവത്തിന് മാത്രമല്ലേ പാപമോചനം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ദൈവദൂഷണം, ഇത് സ്വയം ദൈവമായി അഭിനയിക്കുകയാണ്. അവർ ഹൃദയത്തിൽ ചിന്തിക്കുന്ന മനസ്സിലാക്കിയിട്ട് യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന എന്ത്? ഇതിലേതാ എളുപ്പം? നിന്റെ പാപങ്ങൾ മോഹിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കേട് നടക്കുക എന്ന് പറയുന്നതോ ഏതാ എളുപ്പം? പറയാൻ എളുപ്പം ഏതാന്നല്ല, ചെയ്യാൻ എളുപ്പം ഏതാണ്? ഇതിലേതാണ് മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത്? വർഷങ്ങളായിട്ട് പക്ഷപാതം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ ഒരൊറ്റ വാക്കുകൊണ്ട് എഴുന്നേൽപ്പിച്ച് നടത്തിക്കുന്നെങ്കിൽ അത് മനുഷ്യന് ചെയ്യാവുന്ന ഒരു കാര്യമാണോ? അങ്ങനെ ഏതെങ്കിലും വൈദ്യന്മാരുണ്ടോ, മന്ത്രവാദികളുണ്ടോ? ഇവര് വിചാരിക്കുന്നത് രോഗസൗഖ്യം നൽകുന്നത് ആർക്കും സാധിക്കുന്ന കാര്യം, മനുഷ്യന് സാധിക്കുന്ന കാര്യം, പാപമോചനം ദൈവത്തിന് മാത്രം. യേശു പറഞ്ഞല്ല, രണ്ടും തുല്യ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, പാപമോചനം ഇവനിൽ അന്വർത്ഥമായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. ഭൂമി പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രനായ എനിക്ക് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക എന്ന് പറയാൻ പോവുകയാണ്. പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക എന്ന് പറയുമ്പോൾ അവൻ നടക്കുന്നെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം ആദ്യം പറഞ്ഞത് ശരിയാ. പാവം മോഹിച്ചു കൊടുത്തിരിക്കുന്നു, കിട്ടിയിരിക്കുന്നു എന്നുള്ളത് ശരിയാ. ഇല്ല, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കാമെന്ന് പറയുമ്പോൾ അവൻ അനങ്ങുന്നില്ല, അവൻ എഴുന്നേൽക്കുന്നില്ല, കിടക്കെടുക്കാൻ ആരോഗ്യം ഉണ്ടാകുന്നില്ലെങ്കിൽ ആദ്യം പറഞ്ഞതും പച്ചക്കള്ളമാണ്. അപ്പൊ അവർക്ക് എന്നാ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് അവരിങ്ങനെ നോക്കി നിൽക്കെ യേശു പറഞ്ഞു, മകനെ, കിടക്കെടുത്ത് നടക്ക. അവനാ കിടക്കെടുത്തു, കട്ടിലെടുത്തു. അവൻ വന്നത് എതിലെയാ? ആകാശത്തിലൂടെ. വീടിന്റെ മേൽക്കൂര പൊളിച്ചു തുറന്ന് മുകളിൽ കൂടെ. ഇപ്പൊ ആളുകൾ അവനെ ബഹുമാനിക്കുക, അവൻ ഇറങ്ങിപ്പോവാൻ ആൾ വഴി കൊടുക്കുകയാണ്, അവൻ മാന്യനായി തീരുകയാണ്. അവനാ ചുമടും ചുമന്നുകൊണ്ട് പുറത്തേക്ക് വരിക. ഇതുവരെ അവനൊരു ഭാരമായിരുന്നു, ഇപ്പോൾ അവൻ ഭാരവാഹിയായി മാറിയിരിക്കുകയാണ്. ഇതാണ് യേശു ചെയ്യുന്നത്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത് വരെ നാം പലർക്കും ഭാരമാണ്, ബാധ്യതയാണ്. എന്നാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നമ്മൾ ഭാരവാഹികളാകുകയാണ്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. അവൻ ആളുകൾക്ക് വഴികാട്ടിയാണ്. യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്ക വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകും. അവൻ അനേകരെ കുളിപ്പിക്കുന്നവനും തണുപ്പിക്കുന്നവനും അനേകരുടെ കാർഷിക അഭിവൃദ്ധി, അനേകരുടെ വ്യാവസായിക അഭിവൃദ്ധിക്കൊക്കെ അവൻ കാരണമായി തീരും എന്നാണ് യേശു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷപാത രോഗി വീട്ടുകാർക്കും നാട്ടുകാർക്കും ഭാരമായിരുന്നു. എന്നാൽ അവൻ ഇന്നൊരു ഭാരവാഹിയായിട്ട് മാറിയിരിക്കുന്നു. ഇതാണ് യേശു ഇന്നും ചെയ്യുന്നത്. യേശുവിനെ സ്നേഹിക്കാൻ, വിശ്വസിക്കാൻ, അനുസരിക്കാൻ, ആരാധിക്കാൻ മനസ്സുണ്ടോ? തീർച്ചയായിട്ടും പാപിയെ രക്ഷിക്കാൻ വന്ന യേശു നമ്മളെ രക്ഷിക്കും, നമ്മളെ പ്രയോജനപ്പെടുത്തും, നമ്മളെ അനുഗ്രഹിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.